شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ ആയത്തിലാണ് നമ്മൾ അത് വിശദമായി പഠിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഭാരമുള്ള വചനങ്ങൾ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തരാൻ പോകുന്നു. വഹീനെ കുറിച്ചാണ് ചർച്ച അല്ലേ. വഹീ ഭാരമുള്ളതാണ്, ഖൗലുൻ സഖീലാണ്. അങ്ങനെയൊക്കെയാണ് അത് വരാറുള്ളത്. വരുമ്പോൾ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥകൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 4 അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. 5-ാമത്തെ അവസ്ഥ ഇനി നമുക്ക് പറയാനുള്ളത് ഇതാണ്. കാന യതഗയ്യറു വജ്ഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയതബറദു സുമ്മ യഹ്മറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മാറുമായിരുന്നു. മുഖത്തിൻ്റെ കളറിന് മാറും വഹി വരുന്ന സമയത്ത്. അത് എന്താണ് പറയുക, ചുവന്നു വരും. ചിലപ്പോൾ ഇവിടെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണല്ലോ അവിടുത്തെ ശരീരത്തിൻ്റെ തിരുനിറം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ മുഖം ഇതിൻ്റെ സമയത്ത് ഇതിൻ്റെ ശക്തി കൊണ്ടെന്താവും, അതങ്ങോട്ട് ചുവന്ന് തുടുത്തു വരുമായിരുന്നു. തറബ്ബദ വജ്ഹുഹു എന്നാണ് ഹദീസിലുള്ളത്. തറബ്ബദ വജ്ഹുഹു. ആദ്യം എന്താവും, ആ വെളുപ്പ് ഒരു കറുപ്പിനോട് ചായവുള്ള കറുപ്പിലേക്ക് ഇങ്ങനെ മാറും. എന്നിട്ട് പിന്നെ അത് ചുമക്കും, ചുവന്ന കളറായി മാറും. ആ ഹദീസ് എങ്ങനെയാണെന്നറിയോ? തറബ്ബദ വജ്ഹുഹു. തറബ്ബദ എന്ന് പറഞ്ഞാൽ വെളുത്ത കളറാണല്ലോ മുഖം, അതിങ്ങനെ മെല്ലെ ഒരു കറുപ്പിലേക്ക് ഇങ്ങനെ മാറിയിട്ട് പിന്നെന്താവും, തുമ്മ യഹ്മറു, പിന്നെ അത് ചുമക്കും. ഇമാം നവവി തങ്ങൾ അങ്ങനെയാണ് അതിനർത്ഥം കൊടുത്തത് റഹ്മത്തുള്ളാഹി അലൈഹി. 6-ാമത്തെ അവസ്ഥ, വഹി വരുമ്പോൾ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥ, അവിടുത്തെ തല കുനിഞ്ഞു പോകും. എന്നിട്ട് ആ തല വസ്ത്രം കൊണ്ട് മൂടും, തല കണ്ട് താഴ്ന്നു പോകും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉൻസില അലൈഹിൽ വഹ്യു നകസ റഅസഹു വനകസ അസ്ഹാബുഹു റഊസഹും ഫലമ്മാ ഉത്ലിയ അൻഹു റഫഅ റഅസഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടുന്ന സമയത്ത് തല താഴും. സഹാബികൾക്കറിയാം ആ രംഗം, അവരും തല താഴ്ത്തും. വഹയാൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല പൊന്തിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് വസ്ത്രം കൊണ്ട് മൂടുമെന്ന്. ചിലപ്പോൾ തലയിൽ കൂടെ വസ്ത്രം കൊണ്ടിടും, ആ വിഷമം ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വിഷമമാണ് നമുക്ക് വേണ്ടി സഹിച്ചതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തല താഴ്ത്തിയിരിക്കും, പോയാൽ ഞാൻ തല ഉയർത്തും. ആ വിഷമാരും കാണാന്ന് വിചാരിച്ചിട്ട് സഹാബികൾ പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമെന്നാണ്. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല അലൈഹിൽ വഹ്യു ഇസ്തദ്ദ ദാലിക അലൈഹി വഅറഫ്നാ ദാലിക ഫീഹി. തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടെന്ന് വഅറഫ്നാ ദാലിക ഫീഹി, ഞങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. അങ്ങനെയാണ് തല താഴ്ത്തിയിരുന്നിട്ട് വസ്ത്രം കൊണ്ട് തല മൂടും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും വഹി വരികയാണ്. പോയി കഴിഞ്ഞാൽ തല പൊന്തിച്ചിട്ട് ഞങ്ങളോട് പറയുകയും ചെയ്യും, ഇതാണ് വഹി, എന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓതിത്തരുകയും ചെയ്യും. 7-ാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7-ാമത്തെ ഒരു രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും, ജിബ്രീൽ അലൈഹി സ്വലാം ഓതിക്കൊടുക്കുന്ന സമയത്ത് ധൃതിപ്പെട്ട് ഓതിയിട്ട് എന്താണ് പറയുക, മനഃപ്പാടമാക്കാനുള്ള ധൃതി കൊണ്ട് മറന്നു പോകുമെന്ന് പേടി കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ അങ്ങോട്ട് ഓതി കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്പീഡ് ആദ്യ കാലങ്ങളിൽ കാണിച്ചിരുന്നു എന്നാണ്. പിന്നെ അല്ലാഹു തആല അത് വിരോധിച്ചു. നബിയെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, ഞാൻ വഹി അറിയിച്ചു തരുന്ന സംഗതി നിങ്ങളെ മനസ്സിൽ ഞാൻ സ്ഥിരമാക്കി നിർത്തിത്തരും, നിങ്ങൾ ബേജാറാവണ്ട, മറന്നു പോകുമെന്ന പേടി വേണ്ട. നിങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാം ഓതി തരുമ്പോൾ ശരിക്കും കേൾക്കണം, കൂടെ ഓതാൻ നിൽക്കണ്ട, നിങ്ങൾ കൂടെ അങ്ങോട്ട് ഓതി കൊടുക്കണ്ട.
എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങോട്ട് തന്നെ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിത്തരും ഞാൻ. മറന്നു പോകുമെന്ന് പേടി കൊണ്ട് നിങ്ങൾ ധൃതിയിൽ ഓതാൻ നിൽക്കണ്ട എന്ന് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്ന ആയത്തിലൂടെ അല്ലാഹു തആല നബിയെ ഓർമ്മപ്പെടുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നമ്മൾ മുമ്പ് വിഷയം പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നാൽ ശരിക്കും ഇരുന്ന് കേൾക്കും, എന്നിട്ട് പോയാൽ അത് ഓതി കൊടുക്കുകയും ചെയ്യും, ഓതുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ വഹി വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട അവസ്ഥകൾ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുമ്പോഴൊക്കെ ഈ ഒരു ഖൗലുൻ സഖീലാണ് എന്നതുകൊണ്ട് ഇത്രയും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്ന് നിരവധി ഹദീസുകൾ സമർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ശരിക്ക് അല്ലാഹു തആല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പാകപ്പെടുത്തിയിട്ടുണ്ട് ഈ വഹി സ്വീകരിക്കാൻ. അല്ലാത്ത ആൾക്കാർക്കത് കഴിയില്ല. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കൂടെ ആ വഹി സ്വീകരിക്കാൻ കഴിയുന്നത്. സാധാരണ ആളുകൾക്കും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ആളുകളെ പോലെ അല്ലല്ലോ. ഒരുപാട് ആളുകളെ ശക്തി പല വിഷയത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ പനിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ചാൽ രണ്ടാളെ പനിയെ പനിക്കുക എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഹദീസിൽ? തങ്ങൾക്ക് പനിക്കുകയാണെങ്കിൽ നിങ്ങളിൽപ്പെട്ട രണ്ടാളുകൾക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വിഷമമുണ്ടാകും. അപ്പോൾ എല്ലാറ്റിലും തങ്ങൾക്ക് കൂടുതലാണ്. ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശക്തിയിലും എല്ലാത്തിലും കൂടുതൽ അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ വഹയ്യെ സ്വീകരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല റെഡിയാക്കി പാകപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ, ഇപ്പോൾ ഈ വിയർപ്പും അതേപോലെ തന്നെ മുഖം ചുവക്കലും മറ്റെല്ലാ വിഷയങ്ങളും, വാഹനം ഒട്ടകം മുട്ടുകുത്താൻ പോകലും, തുട പൊട്ടിപ്പോകുമാറ് ഞാൻ എന്താണ് പറയുക നിലത്ത് വീഴുമെന്ന് പേടിച്ചു പോയതുമൊക്കെ അതൊക്കെ ഇതിൻ്റെ ഖൗലുൻ സഖീലായത് കൊണ്ടാണത്, അതിൻ്റെ കനം കൊണ്ടാണ്. മഹാന്മാരായ ആളുകൾ പറയാറുണ്ട്, നുബുവ്വത്ത് എന്നത് തന്നെ വലിയ ഭാരമാണ്. നുബുവ്വത്ത്, പ്രവാചകത്വം, റിസാലത്ത്, ആ സന്ദേശം വലിയ ഖനമുള്ള സംഗതിയാണ്. അതിനു പുറമെ വഹി എന്നത് അതിലേറെ ഖനമുള്ളതാണ്. അത് എല്ലാവർക്കും ഒന്നും കഴിയില്ല. വലിനുബുവ്വത്തി അത്ഖാലുൻ, പ്രവാചകത്വത്തിന് ഭാരങ്ങളുണ്ട്. അത് അഹ്ലുൽ ഖുവ്വത്തിന് വൽ അസ്ം, നല്ല ഉറപ്പുള്ള മനക്കട്ടിയുള്ള ശക്തരായ ആളുകൾക്കല്ലാതെ അത് വഹിച്ചു കൊണ്ട് നടക്കാനോ ഉത്തരവാദിത്ത നിർവഹണത്തിനോ സാധ്യമല്ല. നുബുവത്തായാലും ശരി വഹിയായാലും ശരി. അത് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കിട്ടിയത് കൊണ്ട് മാത്രമാണ് പ്രവാചകന്മാരായ ആളുകൾക്ക് ആ നുബുവത്തും വഹിയും റിസാലത്തും ഒക്കെ കൃത്യമായി ഏറ്റെടുത്ത് കൊണ്ടു നടക്കാൻ കഴിയുന്നത്. വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണത്. ഉത്തരവാദിത്തം എന്നതിന് പുറമെ ഇത്തരം വഹികൾ വരുമ്പോൾ അത് സ്വീകരിക്കുക എന്നത് വലിയ പ്രയാസമുള്ള സംഗതിയുമാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച പ്രയാസങ്ങൾ എണ്ണാണെങ്കിൽ അത് എണ്ണാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ തിരിച്ചെന്താ കൊടുത്തതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ടല്ലേ, ആ സ്വലാത്ത് തന്നെ കുറേയാണ് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധ മാറി വേറെ എവിടേക്കോ ആലോചിച്ച് പോയിട്ടാണ് നമ്മൾ പിന്നെ ചെല്ലാം. ആയിക്കോട്ടെ, സ്വലാത്തിൽ ഇനിയിപ്പോൾ മനസ്സാന്നിധ്യം ഇടയ്ക്ക് നഷ്ടപ്പെട്ടാലും സ്വലാത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതൊരു അപമര്യാദയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ മുന്നിൽ കണ്ടിട്ട് ചെല്ലുന്നത് പോലെ ചെല്ലണം. പ്രത്യേകിച്ച് സ്വലാത്തും സലാമും ചെല്ലണ സമയം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. എങ്ങനെ അറിയോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന സമയമല്ലേ, അത് വല്ലാത്തൊരു സമയമാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടോ അവിടെ തിരിഞ്ഞിട്ടോ ഇവിടെ തിരിഞ്ഞിട്ടൊന്നും ചെയ്യരുത്. അത് നമ്മൾ ചെല്ലാൻ പോകുന്ന ആ നേരിട്ട് വിളിച്ച് സലാം പറയുന്ന രൂപം എന്താക്കണം? ശരിക്ക് നേരെ മനസ്സാന്നിധ്യത്തോടു കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള അങ്ങനെ മുന്നിൽ കണ്ടിട്ട് ആ ഖബർ ഷരീഫിൻ്റെ മുന്നിലെത്തിയിട്ട് ആ വലിയ ദ്വാരല്ലേ, ആ ദ്വാരത്തിൻ്റെ അവിടെ അങ്ങനെ നിന്നിട്ട് പറയുന്നത് പോലെ പറയണം, അസ്സലാത്തു അലൈക അസ്സലാത്തു വസ്സലാമു അലൈക റസൂലല്ലാഹ്. നേരിട്ട് സലാം പറയല, മടക്കണില്ല അവിടുന്ന്. ആ മടക്കലാണ് കിട്ടണമെങ്കിൽ അതിലൊരു ആത്മാർത്ഥത വേണ്ടേ? അസ്സലാത്തു വസ്സലാമു അലൈക നബി അല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഷഫീ അൽ മുസ്നിബീൻ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഷഫാഅത്താണത്. നമ്മളെ മുസ്നിബീൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്, തെറ്റ് ചെയ്ത ആളുകൾ. നമുക്കെന്താ വേറുള്ളത്? ആ ഒരു പ്രതീക്ഷയല്ലാതെ. സിറാത്ത് പാലം കടക്കുന്ന എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത്?
الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رحمة للعالمين. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ ആ റൗള മുന്നേ കണ്ടിട്ട് പറഞ്ഞു നോക്കുകയാണ് നിങ്ങൾ. വ്യാഴാഴ്ചകൾ നമ്മൾ സ്വലാത്തില്ലാറുണ്ട്, ശരിക്ക് ചൊല്ല, ആത്മാർത്ഥതയോടെ ചൊല്ല. നമുക്കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച മഹൽ വ്യക്തിത്വമാണ്. ഖൗലുൻ സഖീലിട്ട് വരുന്ന പടച്ചോനാ പറഞ്ഞത്. അപ്പോൾ അത് കിട്ടുമ്പോഴുള്ള ഇടങ്ങേറുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, വിഷമങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അങ്ങനെ കിട്ടിയ സാധനമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നമുക്ക് എത്ര കടപ്പാടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പരിശുദ്ധ ഖുർആനും എത്ര കടപ്പാടുണ്ട്. അത്രയും പ്രയാസം സഹിച്ച് നമുക്ക് എത്തിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനോടുള്ള നമ്മുടെ നിലപാടും നമ്മളിപ്പോൾ വിലയിരുത്തേണ്ടതാണ്. റമദാനിൽ മാത്രമാണോ അതോ എന്നും പതിവാക്കേണ്ട ചില സൂറകളും ആയത്തുകൾ മാത്രമാണ് ഓതുന്നത്? ഖുർആൻ അടയാളം വെച്ച് ഖത്മ് തീർക്കാനുള്ള പരിപാടി ഉണ്ടോ? മാസത്തിലൊന്നിങ്ങനെ തീർക്കാറുണ്ടോ? അല്ലെങ്കിൽ ഓതുന്ന സമയത്ത് നേരെ അർത്ഥാലോചിച്ച് ഓതാറുണ്ടോ? തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വറത്തിലിൽ ഖുർആൻ തരത്തില എന്നതനുസരിച്ച് നമ്മൾ ഓതാൻ തുടങ്ങിയോ? പഠിച്ചോ? മനസ്സിലാക്കിയോ? നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഖൗലുൻ സഖീൽ അവിടെ നിന്ന് ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് ഏറ്റെടുത്ത് നമ്മളേക്ക് എത്തിച്ചു തന്നിട്ട് നമ്മളതിനെ അഗണ്യകോടിയിലേക്ക് തള്ളുകയാണോ? അതല്ല മനസ്സിനോട് ചേർത്ത് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുകയാണോ ചെയ്തത്? ആലോചിക്കണം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശുദ്ധ ഖുർആനാണ്. നമ്മളതിനെ ഉള്ളിലേറ്റിയ നെഞ്ചേറ്റിയ ആളുകളാണ്. അത് കൊണ്ടു നടക്കുക. ഒരിക്കലും അത് എന്താണ് പറയുക, അതിനോട് ഒരു രണ്ടാം നമ്പർ സമീപനം സ്വീകരിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാമാണ്. അതും നാളെ ഷഫീആയി വരുന്ന സാധനമാണ്. നമുക്ക് ഷഫാഅത്ത് ചെയ്യേണ്ട സംഗതിയാണ്. ഓരോ ഹർഫിനും അല്ലാഹു തആല എമ്പാടും പ്രതിഫലം വാഗ്ദാനം ചെയ്ത സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ അവസ്ഥകളിലും പ്രതിഫലം വാഗ്ദാനം ചെയ്ത സംഗതി. നമ്മൾ പറഞ്ഞല്ലോ, ഓതുണ്ടാകുമ്പോൾ ഓതില്ലാത്ത നിസ്കാരത്തിലാകുമ്പോൾ നിന്ന് നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുമ്പോഴൊക്കെ ഉള്ള പ്രതിഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഇത് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രയാസവും അവിടത്തോടുള്ള നമ്മുടെ കടപ്പാടും പരിശുദ്ധ ഖുർആനിനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയും സൂചിപ്പിക്കാനാണ്. പരിശുദ്ധ ഖുർആനെ ശരിക്ക് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്താണ് പറയുക, ഈ സുജൂദ് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് ഓതുകയാണെങ്കിൽ കയ്യിൽ മുസാഫ് ഉണ്ടാവും. നേരെ സുജൂദക്കാണ് പോയിട്ട് ആ മുസാഫ് വരെ കയ്യിൽ പിടിച്ചിട്ട് സുജൂദ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ മുസാഫ് നിലത്തായിരിക്കും ഉണ്ടാവുക. മുസല്ലയിലാണെങ്കിൽ പോലും മുസാഫ് തറയിൽ വെക്കരുത്. നമ്മുടെ അരയുടെ താഴെ കൊണ്ടുവരരുത്. നമ്മുടെ അരയുടെ താഴെ മുസ്ഹാഫ് വരുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. മുസ്ഹാഫ് എപ്പോഴും മുകളിലായിരിക്കണം. കൈ പിടിക്കുകയാണെങ്കിലും കുട്ടികളോട് പറയണം താഴ്ത്തി പിടിക്കരുത്, നെഞ്ചിനോട് ചേർത്ത് വെക്കാൻ വേണ്ടി പറയണം. അതൊരിക്കലും താഴ്ന്നു വരാൻ പാടില്ല. നമ്മൾ പുസ്തകങ്ങൾ വരെ അങ്ങനെ വെക്കൂലല്ലോ. എന്നിട്ടല്ലേ പരിശുദ്ധ ഖുർആൻ. എൽമിൻ്റെ ഒരു കിതാബുകൾ അങ്ങനെ പിടിക്കാൻ പാടില്ല. ബഹുമാനം എല്ലാത്തിനോടും വേണ്ടതാണ്. പള്ളിയിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അടിയിൽ നിന്ന് മേലെ കിടത്തേക്കുക. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ലെവലിലും ഉണ്ടാവരുത്. ഇപ്പോൾ സോഫയിൽ ഇരിക്കണം നമ്മൾ. ആ ഇരിക്കുന്നതിൻ്റെ നേരെ അപ്പുറത്ത് അതേ ലെവലിൽ മുസാഫ് വെക്കരുത്. എന്നാൽ നമ്മുടെ ഊരയുടെ അതേ ലെവലിൽ എന്ത് വരാൻ പാടില്ല? മുസാഫ് വരാൻ പാടില്ല. അതും ബഹുമാനക്കുറവാണ് അതിനോട്. അതിന് നേരെ കാല് നീട്ടരുത്. ഇത്രയും ഖൗലുൻ സഖീലായ റബ്ബ് നമുക്ക് എത്തിച്ചു തന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് കൊണ്ടുവന്ന സംഗതിയാണ്. ബഹുമാനിക്കണം, അത് പാരായണം ചെയ്യണം, അതിലെ ഹുക്കുമുകൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയും വേണം. നമ്മളോടുള്ള കൽപ്പനകൾ നമ്മൾ അംഗീകരിക്കണം. വേണ്ടാന്ന് പറഞ്ഞത് വേണ്ടാത്ത ഒഴിവാക്കുകയും ചെയ്യണം. അതും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. വെറും ബഹുമാനിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും വേണം. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അർഹമായ ബഹുമാനം കൊടുക്കുന്നവരിൽ, അങ്ങനെ നമുക്ക് ഷഫാഅത്ത് ചെയ്യുന്നവരിൽ, പരിശുദ്ധ ഖുർആന് ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മൾ അല്ലാഹു തആല ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 6ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.